സുഹൃത്തുക്കളെ, കശുവണ്ടി പരിപ്പ് വെച്ച് നമുക്കൊരു തീയലുണ്ടാക്കിയല്ലോ. കൊല്ലം ജില്ലക്കാരുടെ ഒരു പ്രത്യേക സ്പെഷ്യൽ ഐറ്റമാണ് ഇത്. ഇത്ര അണ്ടിപ്പരിപ്പിന് ഒരു തക്കാളി, ഒരു 4 പച്ചമുളക്, 2 സവാള, ഒരു ഉരുളൻകിഴങ്ങ്, ഒരു തേങ്ങ തിരുമ്മിയെടുക്കണം. തിരുമ്മിയെടുത്ത തേങ്ങ ഇതേ കണക്ക് കല്ലിലിട്ട് അരയ്ക്കുകയോ മിക്സിയിലിട്ട് അരയ്ക്കുകയോ ചെയ്തിട്ട് അത് 1-ാം പാല് 2-ാം പാല് എന്ന രീതിയിൽ റെഡിയാക്കി വെക്കണം. ചീനിച്ചട്ടിയിൽ എണ്ണ അത്യാവശ്യം ഒഴിക്കുക. കടുവും കരിവേപ്പിലയും ഇട്ട് കൊടുത്ത് അതിനകത്ത് ബാക്കിയുള്ള അരിഞ്ഞ് വെച്ചിരുന്ന സാധനങ്ങൾ ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഒന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കുക. തക്കാളി ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കണം. അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അണ്ടിപ്പരിപ്പിന് ചെറിയ അണ്ടിക്കറയുടെ മണം കാണും. അത് മാറുന്നവരെ ഒന്ന് വേവിക്കേണ്ടതാണ്. ഇനി നമുക്ക് ഇതിനകത്ത് ചേർക്കാനുള്ള മസാലക്കൂട്ട് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് ആദ്യമേ 1 സ്പൂണ് മഞ്ഞൾപ്പൊടി എടുക്കുക, 1 സ്പൂണ് ഉലുവാപ്പൊടി എടുക്കുക, ഇനി 1 സ്പൂണ് മല്ലിപ്പൊടി, 1 സ്പൂണ് മുളക് പൊടി, ഒരല്പം ഗരം മസാല ചേർക്കുക. എന്നിട്ട് നമുക്ക് ഇതിനകത്ത് ഇട്ട് നല്ല രീതി മൂപ്പിച്ച് കൊടുക്കണം. ഇതിനകത്ത് ഇട്ടൊന്ന് ഡ്രൈ ആയിട്ട് തന്നെ മൂപ്പിച്ചിട്ട് മാത്രമേ നമുക്ക് ഇതിനകത്ത് തേങ്ങാപ്പാൽ ഒഴിക്കാവൂ. അത് 2-ാം പാലാണ് ആദ്യം ഒഴിക്കേണ്ട തേങ്ങാപ്പാൽ എന്ന് പറയുന്നത്. അത് ഒരുവിധം വെന്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ 1-ാം പാൽ കൂടെ ഒഴിക്കുക. 1-ാം പാൽ കൂടെ ഒഴിച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ കറി ഏകദേശം റെഡിയായി. അപ്പോൾ നമ്മൾ ഈ തീയലും കൊണ്ട് എന്തൊക്കെ ഉപയോഗമെന്നറിയാമോ? തീയൽ വെച്ച് രാവിലെ നമുക്ക് ദോശയോ അപ്പോ ഇടിയപ്പോ ഒക്കെ എൻ്റെ കൂടെ കഴിക്കാം, ചോറിൻ്റെ കൂടെ കഴിക്കാം. നല്ല അടിപൊളി ഒരു തീയൽ നമുക്ക് റെഡി ആയിരിക്കുകയാണ്. അപ്പം നിങ്ങൾ ഇത് വെച്ച് കഴിച്ചിട്ടുണ്ടെങ്കിലും അതാ ഇനി വെക്കാൻ താല്പര്യപ്പെടുന്ന ആൾക്കാരും കഴിച്ചിട്ട് എൻ്റെ അഭിപ്രായം പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ.